കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ്റെ വസതിയിൽ ഇന്നലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് സംഘടിപ്പിച്ചിരുന്നു. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിലും അതുപോലെ തന്നെ കണ്ണൂരിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ രണ്ടാം ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട് വീട്ടിലും വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ ബാംഗ്ലൂരിലെ ഓഫീസും ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ കളങ്കിതമായിട്ടുള്ള CMRL എന്ന കമ്പനിയിൽ നിന്ന്, കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ കൈക്കൂലിയായി മാസപ്പടി ഇനത്തിൽ 2.78 കോടി രൂപ കൈപ്പറ്റി എന്ന കേസിൻ്റെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനകളും റെയ്ഡും സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിനായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ CPM പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും സംഘടിപ്പിക്കുകയും ഉണ്ടായി. ഇന്നലെ തിരുവനന്തപുരത്ത് റെയ്ഡ് പൂർത്തിയാക്കി പിണറായിയുടെ വസതിയിൽ നിന്ന് മടങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെയും അവർക്ക് സംരക്ഷണം ഒരുക്കുവാൻ വന്ന CRPF ഉദ്യോഗസ്ഥരെയും ഇവർ സഞ്ചരിച്ച വാഹനങ്ങളെയും ആക്രമിക്കുന്ന അത്യന്തം ദൗർഭാഗ്യകരമായ സാഹചര്യത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു. ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയത് പാലായിലുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘർഷമായിരുന്നു. നമുക്കറിയാം, വീണ വിജയനെതിരെയുള്ള ഈ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ തെളിവുകൾ ആദ്യമായി പുറത്തു വരുന്നത് ഇൻകം ടാക്സ് ഇൻ്ററീം സെറ്റിൽമെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഓർഡറിലൂടെയാണ്. ഈ ഓർഡറിനെ തുടർന്ന് ഈ ഓർഡറിൻ്റെ പകർപ്പുമായി SFIO അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയെ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ അഴിമതിയുടെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചത് ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഷോൺ ജോർജാണ്. ഇദ്ദേഹമായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയതിനേക്കാൾ 3 മടങ്ങ് വോട്ട് പിടിച്ചതുമായിട്ടുള്ള വ്യക്തിത്വം. ഏതൊക്കെയാണെങ്കിലും ഈ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് ഇന്നലെ DYFI കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം നൽകിയത്. ഇതേ തുടർന്ന് ഷോൺ ജോർജിന് പ്രതിരോധമൊരുക്കുവാനായി BJP പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സംഘടിച്ചതോടെ ഇവിടെ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന ഒരു പ്രതീതി ഉണ്ടാകുകയും മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇവിടേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ആക്രമണ സംഭവങ്ങൾ കഴിഞ്ഞാൽ ഇന്നലെ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം ലഭിച്ചത് പാലായിലുണ്ടായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ സംഘർഷത്തിനായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നലെ പാലായിൽ നടന്നത് ഒരു രാഷ്ട്രീയ പൊറാട്ട് നാടകമായിരുന്നു. CPMൻ്റെയും BJPയുടെയും ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമര പ്രഹസനമായിരുന്നു. ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചതും ഇതിന് പിണയാളായി പ്രവർത്തിച്ചതും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പാലായുടെ ക്രമസമാധാന പാലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള DYSP ആയിട്ടുള്ള സദൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സദൻ ആരാണ് എന്ന് ചോദിച്ചാൽ CPMന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വിടുവേല ചെയ്തിട്ടുള്ള CPMൻ്റെ നേതാക്കൾ പറഞ്ഞാൽ മുട്ടിലെഴയുന്ന സമീപനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. CPMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പാലായിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന വ്യക്തിത്വവുമായിട്ടുള്ള ലാലിച്ചൻ ജോർജിൻ്റെ ഒരു അടിമയാണ് ഇയാൾ എന്ന് വേണമെങ്കിലും പറയാം. പാലാ DYSP ആയതിനു ശേഷം ലാലിച്ചൻ ജോർജിൻ്റെ സകല അവിശുദ്ധ ഇടപാടുകൾക്കും അയാളുടെ പണപ്പൊരുകാരനായി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തന്നെ. സൗമ്യമായ ഇടപെടലുകളിലൂടെയും മാന്യമായ പെരുമാറ്റത്തിലൂടെയും വാക്കുകളിലൂടെയും താൻ ഒരു ജെന്റിൽമാൻ പോലീസ് ഓഫീസറാണ് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാനും ഇദ്ദേഹത്തിന് സമർത്ഥമായി സാധിച്ചിട്ടുണ്ട്. LDFന് അധികാര നഷ്ടം സംഭവിച്ചതിന് പിന്നാലെ തന്നെ UDFൻ്റെ പ്രധാന നേതാക്കളെ സമീപിച്ചുകൊണ്ട് തനിക്ക് പാലായിൽ തുടരുവാനുള്ള ആഗ്രഹമുണ്ട് എന്ന ഇംഗിതവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സദൻ ഒരു മാന്യനാണ്, തുടരട്ടെ എന്നൊരു സമീപനം പാലായിലെ ചില UDF നേതാക്കൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സദൻ പാലായിൽ തുടരുന്നത് CPMൻ്റെയും ലാലിച്ചൻ എന്ന രാഷ്ട്രീയ ക്രിമിനലിൻ്റെയും രാഷ്ട്രീയ താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും സംരക്ഷിക്കാനാണ് എന്നുള്ളതാണ് വസ്തുത. പാലായിൽ നമുക്കറിയാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടമായിരുന്നു നടന്നത്. കോടിക്കണക്കിന് രൂപ വാരി എറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണ മാമാങ്കമാണ് BJP സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജും LDF സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണിയും സംഘടിപ്പിച്ചത്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സിറ്റിംഗ് MLA ആയിട്ടുള്ള ജനാധിപത്യ ചേരിയുടെ പ്രതിനിധിയായ UDF നേതാവ് മാണി C കാപ്പൻ വിജയിച്ചു കയറിയത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി അടുത്ത 5 വർഷവും എങ്ങനെ നിലനിർത്താം എന്നാലോചിച്ചിരിക്കെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പിണറായിയുടെ വസതിയിൽ നടന്ന റെയ്ഡ് ഒരു സുവർണാവസരമായി മാറിയത്. ഇതൊരവസരമായി കണ്ടുകൊണ്ട് ലാലിച്ചൻ ജോർജ് തന്നെയാണ് ഇത്തരം ഒരു ഗൂഢപദ്ധതിക്ക് രൂപം നൽകിയതെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ച് ലാലിച്ചൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് K സദൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വിവരങ്ങൾ അല്ലെങ്കിൽ DYFIയുടെ പ്രതിഷേധ
പ്രതിഷേധ മാർച്ചിൻ്റെ വിവരങ്ങൾ BJP കേന്ദ്രങ്ങൾക്ക് കൈമാറിയതും സംഘടിക്കുവാനായി അവർക്ക് സാഹചര്യം ഒരുക്കിയതും. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലേക്ക് ഏതെങ്കിലും എതിർ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ആ വീടിന് വളരെ മുമ്പേ തന്നെ ഒരു ബാരിക്കേഡ് ഒരുക്കിക്കൊണ്ട് കൃത്യമായ പ്രതിരോധം തീർക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇന്നലെ പാലായിൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഷോൺ ജോർജിൻ്റെ വീടിന് തൊട്ടു മുൻപിൽ മാത്രമാണ് ഇവർ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതും പ്രതിരോധം തീർത്തതും. അതിനാൽ തന്നെ DYFI പ്രവർത്തകർക്ക് പ്രതിഷേധമായി ഷോൺ ജോർജിൻ്റെ വീടിന് വാതുക്കൽ വരെ എത്തുവാനുള്ള സാഹചര്യവും ഉണ്ടായി. മറുപുറത്ത് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭ്യമായതിനാൽ BJP പ്രവർത്തകർ ഷോൺ ജോർജിൻ്റെ വീടിനുള്ളിലും മുറ്റത്തുമായി കൃത്യമായി സംഘടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. രണ്ടു വിഭാഗവും ഇരുപക്ഷത്തു നിന്ന് പോർവിളികൾ മുഴക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നലെ പാലായിൽ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലുള്ള പോലീസ് ഫോഴ്സ് മാത്രമേ ഈ പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ അവിടെ അണിനിരന്നിരുന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ DYFI പ്രവർത്തകർ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് കടന്നു കയറുകയോ അദ്ദേഹത്തെ കരുക്കടി കാണിക്കുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും ഇവർ ഇതിനും മുതിർന്നില്ല. നേരെ മറിച്ച് ബാരിക്കേഡുകളിൽ പിടിച്ചു തള്ളിക്കൊണ്ട് ചില സർക്കസുകൾ മാത്രം കാണിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി അവർ പിന്തിരികുകയായിരുന്നു. മറുപക്ഷത്തു നിന്ന് BJP പ്രവർത്തകരും ഇതേ സമീപനം തന്നെയാണ് തങ്ങളുടെ പ്രതിരോധ മാർഗമായും സ്വീകരിച്ചത്. അതായത് പോലീസിനെ നടുവിൽ നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു സമരപ്രഹസനം നടത്തുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു വെക്കുകയും ചെയ്ത ഇരുവിഭാഗവും പിന്നീട് ഈ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉപയോഗിച്ച് റീലുകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പാലായുടെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് തങ്ങളാണ് എന്ന രീതിയിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കുറ്റകരമായ അനാസ്ഥയുണ്ടായിട്ടുള്ളത് സദൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ്. അയാൾ കൃത്യമായി CPMനും BJPക്കും ഇടയിൽ ഒരു പാലമായി അനുവർത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. CPM നേതാക്കളുടെ ഇംഗിതം നിറവേറ്റുവാനും അവരുടെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തുവാനും BJPയുമായി അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാലായിൽ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ തുടരുന്നത് UDFനെ സംബന്ധിച്ചും പൊതുജനങ്ങളെ സംബന്ധിച്ചും ഒട്ടും അഭികാമ്യമായ ഒരു കാര്യമല്ല എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാല ഏറ്റവും കുറഞ്ഞ രീതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഇവിടം ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റിക്കൊണ്ട് CPMൻ്റെയും BJPയുടെയും കൈക്കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിടുവേല ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്ത ലംഘനമാണ് നടത്തിയിട്ടുള്ളത്, കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് പുലർത്തിയത് എന്നുള്ളതും നിസ്സംശയവും പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പാലായെ സംബന്ധിച്ചിടത്തോളം ഇത് ഉയർത്തുന്ന വെല്ലുവിളികൾ ദൂരവ്യാപകമാണ്. കാരണം പാലായുടെ രാഷ്ട്രീയ സമാധാന അന്തരീക്ഷത്തിന് വിള്ളലേൽപ്പിക്കുവാനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിടുവേല ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളോടുകൂടി ഈ യാഥാർത്ഥ്യങ്ങൾ പാലായിലെ UDF നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം തങ്ങളുടെ സംസ്ഥാനതല നേതൃത്വത്തിന് കൈമാറുവാൻ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും പാലായിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇന്നലെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്ത് അടക്കമുണ്ടായിട്ടുള്ള അനാസ്ഥ നിറഞ്ഞ സമീപനം കേരളത്തിലെ UDF സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ രീതിയിലുള്ള പ്രതിച്ഛായ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. CPMന് വിടുവേല ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ചില സ്റ്റേഷനുകളിൽ ഇരുന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ തീർത്ത് UDF സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ അതീവ ഗൗരവതരമായി തന്നെ ഭരണം കൈയാളുന്ന രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരെ ഉടനടി തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെങ്കിലും പാലായിൽ നടക്കുന്ന അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.